ലാസ്റ്റ് ഡേ ഞാനൊന്ന് കൊച്ചി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് രണ്ട് ഉദ്ദേശമായിരുന്നു. ഒന്നൊരു പേഴ്സണൽ ആവശ്യമായിരുന്നു, പക്ഷേ അതിനേക്കാളും ഇൻട്രസ്റ്റോടെ ഞാൻ പോയത് വേറൊരു കാര്യത്തിനായിരുന്നു. എന്താ, ഒന്ന് മിസ്റ്റർ DIYയിലോട്ട് പോകണമെന്ന്. ന്യൂ ഇയർ ഒക്കെ ആയ ടൈമിൽ ഞാൻ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കറക്റ്റ് ഞാൻ എപ്പോൾ വീടെത്തിയോ അതിൻ്റെ അടുത്ത ദിവസം എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ്റ്റർ DIY എന്ന് പറഞ്ഞൊരു കട വന്നിട്ടുണ്ട്, നല്ല കടയാണ്, പോയി നോക്കുന്നൊക്കെ. ഞാനാണെങ്കിൽ പണ്ട് മുതലേ മിസ്റ്റർ DIYയിൽ ഒന്ന് കയറണം എന്ന് കൊതിച്ച് നടക്കുന്ന ഒരാൾ. വേറൊന്നുമല്ല, നോർത്തിലുള്ള കുറേ ക്രിയേറ്റേഴ്സ് ഈ മിസ്റ്റർ DIYയിൽ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് കണ്ട് കട എങ്ങനെയുണ്ട്, എന്താണ് ആ കട എന്ന് അറിയാനുള്ള ആക്രാന്തം. ഈ ഒരു ഷെൽഫ് ഉണ്ടല്ലോ, ഇതാണ് എന്നെ അവിടെ എത്തിക്കാനുള്ള മെയിൻ കാരണം. പണ്ടൊരിക്കൽ ഞാൻ മാലറി ജെയിൻ്റെ ഒരു ബാത്റൂം മേക്കോർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു ഷെൽഫ് വാങ്ങി ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ മിസ്റ്റർ DIY എന്ന് പറയുന്ന കടയൊക്കെ എനിക്ക് കുറച്ച് പരിചയമായത്. പക്ഷേ രസമതല്ല, ഞാൻ ആ ഷെൽഫ് വാങ്ങിച്ചില്ല. ആഗ്രഹം മൊത്തം സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും വീട്ടിൽ ഇനി കൊണ്ടുപോയി വെക്കാനുള്ള സ്ഥലമില്ല. പക്ഷേ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ ഈ ഒരു ഗിഫ്റ്റ് ബോക്സിന്റെ ആയിരുന്നു. എനിക്ക് ഇതുപോലുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ബോക്സസും ഓർഗനൈസേഴ്സും ഒക്കെ കളക്ട് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഒരു ഭ്രാന്ത്, അത്രേ ഉള്ളൂ. ആഗ്രഹം തീർക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് എന്തായാലും കുറെ ഗിഫ്റ്റ് ബോക്സസ് വാങ്ങിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പെട്ടിയും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ, ഈ ഒരു വർഷത്തേക്ക് വേണ്ടി ഒരു മെമ്മറി ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി. എന്തായാലും ഷോപ്പ് എനിക്ക് ഇഷ്ടമായി. വൺ ടൈം വിസിറ്റിനൊക്കെ അടിപൊളിയാട്ടോ. അങ്ങനെ എന്താ പറയാ, ഇടക്കിടക്ക് പോയി ഷോപ്പ് ചെയ്യാനുള്ള സംഭവമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ ആ വലിയ പെട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇഷ്ടംപോലെ കുട്ടി കുട്ടി സാധനങ്ങളുണ്ട്. ആദ്യം തന്നെ ഇതൊരു സ്പ്രേ ബോട്ടിൽ, കാര്യമില്ല. പക്ഷേ ഈ പേപ്പർ കപ്പ് കാണാൻ നല്ല രസമില്ല. എനിക്ക് ഈ പ്രിന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. എനിക്ക് പണ്ട് മുതൽ ഈ മാജിക്കൽ ആയിട്ടുള്ള തീംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യമില്ലാതെ കുറേ ബോക്സസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും എനിക്ക് തോന്നുന്നു 70 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ സ്റ്റിക്കേഴ്സും സീക്വൻസും ഗ്ലൂവും, പിന്നെ ഞാൻ എൻ്റെ ചെയറിൽ ഇടാൻ വേണ്ടി ഈ ഒരു കുഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് നല്ല മാച്ച് ആയിരുന്നു. ആൻഡ് ലാസ്റ്റ്ലി ഈ ഒരു ഫ്ലോർ മാറ്റും. വൈറ്റ് ക്യാറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ വൈറ്റ് വാങ്ങിയാലും അത് പിന്നെ ബ്രൗൺ ആവുന്നുള്ളതുകൊണ്ട് ബ്രൗൺ തന്നെ എടുത്തു. അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.